ബെയറിംഗ് ഡാമേജ് ആക്കണ്ട, അതിനുള്ളിൽ ഇടിച്ചിട്ട് തന്നെ ഇതേപോലെ എടുക്കുക. എടുക്കുന്ന സമയത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ വേണം എടുക്കാനായിട്ട്. ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 സ്റ്റോക്ക് മെഷീൻ അയച്ച് റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അത് അയക്കേണ്ട എങ്ങനെയെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അതിൻ്റെ ബാക്കി അയക്കുന്നത് ഇനിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് അയക്കേണ്ട ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല, ഓരോ ഭാഗങ്ങൾ കൂടി അയച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പം നേരെ ആ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയും ഭാഗം അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, അതേപോലെ തന്നെ അതിൻ്റെ സിലിണ്ടർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് അയക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയാണ് അയക്കാൻ പോകുന്നത് ഈ സ്റ്റാർട്ടിംഗ് പുള്ളി അയക്കണം, അതേപോലെ തന്നെ ഇവിടെ മുൻഭാഗത്ത് ഹൗസിങ് അയക്കണം. പിന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് അയച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആദ്യം അയക്കേണ്ടത് ഈ ഹൗസിങ്ങിൻ്റെ ഭാഗം അയച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ ടൈറ്റായി നിൽക്കുന്ന ഭാഗങ്ങൾ അയക്കാൻ സുഖമാണ്. അപ്പം ഈ ഭാഗം ഞാൻ അയച്ചെടുത്തിട്ട് ബാക്കി അയക്കുന്നത് കാണിച്ചു തരാം. അത് നമ്മൾ ഹൗസിങ്ങിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇനി ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചെടുക്കാം. ക്ലച്ച് കൂടി അയച്ചെടുക്കാണ്ട് ഇനി ക്ലച്ച് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈ വീലിലേക്ക് ഈ ഹൗസിങ് അയച്ച ഒരു നെറ്റ് അതങ്ങോട്ട് ടൈറ്റാക്കി കൊടുക്കണം. ചെറിയ രീതിയിൽ ടൈറ്റാക്കാൻ പാടുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ അത് ഫ്ലൈ വീല് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഓവറായിട്ടൊരു സൈഡിൽ ടൈറ്റ് ആക്കാനും പാടില്ല, 2 സൈഡിലാണെങ്കിലും ഓവറായി ടൈറ്റ് ആക്കാൻ പാടില്ല. കണ്ടോ, ഇതിൽ പിടിച്ച് നിന്നോ. നമ്മൾ ക്ലച്ച് അയച്ചെടുക്കുകയാണ്. ക്ലച്ച് അയക്കാനും അതേപോലെ തന്നെ ഒത്തിരി റിസ്ക് പണിയാണ്. പക്ഷേ നമ്മളിതിൻ്റെ മുമ്പ് ഒന്ന് തട്ടി ലൂസാക്കിയിട്ടാണ് ഇങ്ങനെ അയക്കുന്നത് കേട്ടോ. ഫസ്റ്റ് അയക്കുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടാവും. ഇതൊന്ന് ഇങ്ങനെ കുത്തി ലൂസാക്കിയിട്ട് അതുകൊണ്ടാണിത് ഇത്ര ലൂസായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഫ്ലൈ വീലിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത് അയച്ചെടുക്കുക. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിന് താഴെ ഭാഗത്ത് 2 വാഷർ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തും ഉണ്ടാവും. നമ്മൾ ഈ വാഷറും ഇത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അയച്ചെടുക്കാനുള്ളത് ഈ ഫ്ലൈ വീലിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടിംഗ് പുള്ളി അയച്ചെടുക്കാനും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ മുന്നിൽ ക്ലച്ച് അഴിക്കുന്ന സമയത്ത് വെച്ച് ആ സ്ക്രൂ അവിടെ തന്നെ വെച്ചിട്ട്, അപ്പം എല്ലാ ഭാഗവും ടൈറ്റായി കിടക്കും. ഇനി സ്റ്റാർട്ടിംഗ് പുള്ളി അതേ രൂപത്തിൽ തന്നെയാണ് അയച്ചെടുക്കേണ്ടത്. നല്ല ടൈറ്റ് ഉണ്ടാവും. അതേപോലെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് അയച്ചെടുക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് പുള്ളി അയച്ചെടുത്തു. അതേപോലെ തന്നെ ഇനി നമുക്ക് ടാങ്ക് കവർ അഴിച്ച് മാറ്റണം. എല്ലാ ഭാഗത്തും സീലുകളെല്ലാം, അതായത് ഗാസ്കറ്റുകളെല്ലാം പോയി, ഓയിൽ സീലും പോയതുകൊണ്ടാണ് ഈ മുഴുവനായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന ഫ്യൂവലിനും അതുപോലെ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് സർവീസ് ചെയ്യലാണ്. ഇതുപോലെ തന്നെയാണ് സർവീസ് ചെയ്യൽ. ഇപ്പോൾ 2 സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇതേ സിസ്റ്റത്തിലായിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിനോട് ചാരി ജോയിൻ്റായിട്ട് 2 വാഷറുകളുണ്ട്. കണ്ടോ, 2 വാഷറുകൾ ഇതേപോലെ ഈ ഭാഗം കൊണ്ടും ടാങ്കിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ അയക്കുന്ന സമയത്ത് 2 വാഷറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വാഷറുകൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ടാങ്ക് അഴിച്ച് മാറ്റി
ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കേസും കൂടി, അതായത് നമ്മുടെ പ്ലൈ വീലിൻ്റെ കേസാണിത്, ഈ പ്ലൈ വീലിൻ്റെ കേസും കൂടി അഴിച്ചു മാറ്റണം. സ്ക്രൂ എല്ലാം ലൂസായി കൈ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ക്രൂ എല്ലാം അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കേസ് കൂടി വലിച്ചെടുത്താൽ അത് കിട്ടും. ഈ കേസ് ഇതൊരു ചെറിയ 1-2 ഗാഡികൾ കൂടി ഇതിലുണ്ട്. നെട്ട് ബോൾട്ടിൽ ഇങ്ങനെ വെറുതെ വെച്ചേക്കല്ല, ചെറിയ രീതിയിൽ ഒരു ടൈറ്റാക്കി ഒരു ചെറിയൊരു വാഷറുണ്ട്. അത് വാഷറല്ല, ഒരു ഗാഡി പോലെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അഴിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗാഡി പോലെയുള്ളൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇതേപോലുള്ളൊരു ഹോള് ഉണ്ടോ, ഇതേപോലെ ഒരു കൊത, ഒരു ഗാഡി എന്നൊക്കെ പറയാം ഉണ്ടോ. ഇതാ ഇതിലിങ്ങനെ ടൈറ്റാക്കിയിട്ടാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതേപോലെ അയച്ചെടുക്കുക. നമ്മൾ ഓരോ ഭാഗവും അയച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വരുന്ന ഓരോ സ്ക്രൂകൾ ഞാൻ പരമാവധി അതിൽ തന്നെ ചെയ്യുകയാണ്. കാരണം ഒരേ നീളമുള്ളത് 1-2 ഭാഗങ്ങളിലായിട്ട് ഒരേ നീളമുള്ള ഒരേ സ്ഥലത്ത് തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് അങ്ങോട്ടും കൊണ്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. നമുക്ക് വേറെ സ്ക്രൂ ഇവിടുന്ന് എടുത്ത് മാറ്റി ക്ലിയർ അല്ലാതെ പോവുകയോ അല്ലെങ്കിൽ ത്രെഡ് ഉടഞ്ഞു പോവുകയോ ചെയ്താൽ മാറ്റിയിടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഈ പ്ലൈ വീൽ തന്നെ ഊരിയെടുക്കുക. ഊരി ഊരാനായിട്ട് ഇത് നേരത്തെ ഇത് ടൈറ്റാക്കി വെച്ച് ഇത് ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഊരിയെടുക്കുകയാണ് ഇനി അടുത്ത പണി. പ്ലൈ വീല് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തട്ടി പ്ലൈ വീലും അതിൻ്റെ വാഷറുമാണിത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ട് വലിച്ചു ഊരിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വേറെ എവിടെയെങ്കിലും വല്ല പുടുത്തോ ടൈറ്റോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ, അതായത് ഈ വാഷർ തന്നെ അതിൻ്റെ മേൾഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട്, അതായത് ഏറ്റവും മേളിലല്ല, കുറച്ച് ഈ ഇതിൻ്റെ ഭാഗം ഈ നെട്ടിൻ്റെ ഭാഗം ഒരേപോലെ നിർത്തിയിട്ട്, മനസ്സിലായില്ലേ, ഒരേപോലെ നിർത്തിയിട്ട് പിന്നെ ഊരിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തതാണ് ഈ ഒരു സിസ്റ്റം. ഇതിൻ്റെ കീപ്പ് ചെയ്തിട്ട് എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒരു മരക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിയെടുക്കുക ചെയ്യേണ്ടത്. ഇത് ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് പോകുന്നത്. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും പോരുന്ന ഒരു ഭാഗമല്ല അത്, പെട്ടെന്ന് പോരാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇനി അതെന്തായിരുന്നു ആ ടൈറ്റ് എന്നുള്ളത് കൂടി കാണിച്ചാൽ, അത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണത്. ആ ടൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഉണ്ട്, അതേപോലെ ഇതിനൊരു ഗാഡി ഉണ്ടോ, ഇതിങ്ങനെ ഒരു റൗണ്ടാണ്, റൗണ്ടിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഭാഗം വന്ന് നിൽക്കുന്നുണ്ട്. ആ ഭാഗം ഇതിനുള്ളിൽ ഒരു ഹോള് അതിലുണ്ടോ, ഒരു ചാല് പോലെ, അതിലേക്ക് തന്നെ കറക്റ്റായിട്ട് ഇറക്കണം. ആ ഇറങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇത് ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ ഊരി എടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിൽ ആകെ അഴിച്ചെടുക്കാനുള്ളത് ഈ ക്രാങ്ക് കേസ് മാത്രമാണ്. അതും കൂടി അഴിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ക്രാങ്ക് കേസ് അഴിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ഒരു 4 വോൾട്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്രാങ്ക് കേസ് അഴിക്കലാണ്. ക്രാങ്ക് കേസ് ഇതാ
ഇപ്പോൾ ഞാനിങ്ങനെ അയക്കുമ്പോൾ സിമ്പിളായിട്ട് പോരുന്നുണ്ട്. നല്ല പോലെ ഇങ്ങനെ തിരിച്ച് പാടുപെട്ടാണ് ഇത് ലൂസാക്കിയത്. അപ്പോൾ ഞാൻ പിന്നെ അഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഞാൻ അയച്ചത്. അപ്പം അത് സൗണ്ട് വല്ലാതെ ഇങ്ങോട്ട് ഓവറായി കേട്ട് അത് ഓവറാക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അത് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഈ ലൂസാക്കി ഇങ്ങനെ അഴിക്കുന്ന അത്ര ലാഘവത്തോടു കൂടി തയ്ക്കാൻ കിട്ടുന്ന കേസല്ല. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, ടൈറ്റ് ആക്കണം. ഈ ഭാഗം ഏറ്റവും ടൈറ്റ് വേണ്ട ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുള്ളതും. അപ്പോൾ ഓരോ ഭാഗം അതേപോലെ തന്നെ ഇതൊക്കെ 4mm തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലങ്കി എന്ന് പറയുന്നത് 4mm തന്നെയാണ്. ഒരുപാട് ക്ലീൻ ആക്കാനുണ്ട് എനിക്ക്. ഈ ക്ലീൻ ചെയ്യാതെ ഇത്രയും വർഷം ഉപയോഗിച്ചതിൻ്റെ ഒരു ചെറിയ ചെറിയ തകരാറുകൾ ഈയിടെയായിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വർക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണെങ്കിലും വർക്ക് ചെയ്താൽ തന്നെ ഓഫായി പോകലും, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓഫായി പോകലും അതൊന്നുമല്ല, മൈലേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓയിൽ ഒലിച്ചിട്ട് ഒരുപാട് ഓയിൽ ലീക്കായി പോയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻജിൻ മൊത്തത്തിൽ പണിയാവും. അപ്പോൾ ആ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ ഓയിൽ സീൽ മാറ്റുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ വർക്കുകൾ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇത്ര വർഷങ്ങളായിട്ടിത് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് അയക്കണത്. അങ്ങനെ ഒരു ലക്കിയിലാണ്. കിസാൻ ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും എനിക്കൊരു ലക്കി അടിച്ച പോലെ ഇത് ഒരുപാട് കാലം വലിയ പണി തരാതെ നിന്നുണ്ട്. ലാസ്റ്റ് തന്ന പണി എന്ന് പറഞ്ഞാൽ ഈ ഒലിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ച് ലൂസായിട്ടുണ്ട്. ഇനി ഇത് എല്ലാ സ്ക്രൂവും അഴിച്ചെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ അയച്ചെടുത്തു. ഇനി നമുക്ക് നേരെ ഇതൊന്ന് പതുക്കെ അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് ഇനി ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗം ഒന്ന് തട്ടിയെടുക്കുക. ഒരു ചെറിയൊരു തട്ടിയാൽ ഇത് രണ്ടും വേറെ പോകുന്നു. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഇത് മാത്രമുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിൽ സീലിൻ്റെ പ്രശ്നങ്ങൾ ഇത് കണ്ടോ, ബെയറിങ് ഒക്കെ പോയതായിട്ടാണ് തോന്നുന്നത്. ആട്ടം കാര്യങ്ങളൊന്നും ഇതിനില്ല. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഗാസ്കറ്റുകളൊക്കെ മാറ്റിയിട്ട് വേണം ഇനി ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ കണ്ടോ, ഇത് വേറെ ഇങ്ങനെ പോകുന്നു. ഇനി ഇതും അതേപോലെ തന്നെ ഒന്ന് അഴിച്ചെടുക്കണം. ഇപ്പം നമ്മൾ അഴിച്ചെടുത്ത് ഇത്രയും ഭാഗമായിട്ടുണ്ട്. ഇനി ഈ ക്രാങ്കാണ് ഊരാനുള്ളത്. ക്രാങ്ക് ശരിക്കും ഇപ്പോൾ നമ്മളിപ്പം കാണിച്ചു തരുന്ന വർക്കിന് വേണ്ടിയിട്ട് ക്രാങ്ക് ഊരണം എന്നില്ല. ക്രാങ്ക് ഊരാൽ തന്നെ നമുക്ക് ഇനി ഇത് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യാം. പക്ഷേ വർക്ക് പൂർത്തിയാണെങ്കിൽ എല്ലാം അഴിച്ചത് ഇനി ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവിടെ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. ഇത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന കേസല്ല. പക്ഷേ ഇത്രയും അഴിച്ചത് ഇതിക്ക് അത് മാത്രം നമ്മൾ ബാക്കി വെക്കണ്ടല്ലോ. അപ്പം ഈ ക്രാങ്ക് കേസ് അഴിച്ചെടുക്കണമെങ്കിൽ ഇവിടെ ഒരു ഗാഡി, അതായത് നമ്മുടെ ഫ്ലൈ വീല് ഈ ഒരു ഗാഡിയിൽ ആണ് കുടുങ്ങി കിടക്കുക. അപ്പോൾ ഈ ഒരു ഗാഡി മാത്രം എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്ലൈ വീല്, അതായത് ക്രാങ്ക് സെറ്റ് കൊണ്ട് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് അഴിച്ചെടുക്കുന്നതും കാണിച്ചു തന്നില്ലെങ്കിൽ ഒരു വർക്ക് അറിയാത്ത ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അതായത് പിന്നെ ഞങ്ങൾക്ക് കിട്ടൂലേ എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് ഈ വർക്ക് കൂടി ഇത് അഴിച്ചെടുത്തിട്ട് വേണം ഇത് ഊരിയെടുക്കാൻ. അപ്പോൾ ഇതിൽ അഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് അഴിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തട്ടുന്ന സമയത്ത് ഈ ബയറിങ്ങിന് കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബയറിങ്ങൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. അതിന് നല്ലത് ഇതെങ്ങനെയെങ്കിലും പുറത്തെടുത്തിട്ട് ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് പെട്രോളിൽ അതിന് മണ്ണെണ്ണയിൽ കഴുകിയിട്ട് പെട്രോളിലും കഴുകി തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിനുള്ള ശ്രമമാണ്. ഇത് എടുക്കാൻ കുറച്ച് പാടാണ്, അതിനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനുള്ള ശ്രമമാണെന്ന് ഞാൻ പറഞ്ഞു. അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇതുണ്ടല്ലോ ഇവിടെയുള്ള ഈ ഗാഡി അത് അഴിച്ചെടുത്താൽ ഈ ക്രാങ്ക് കറക്റ്റായിട്ട് ഊരിയെടുക്കുക. പക്ഷേ ഇത് അഴിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്ക്രൂ ഡ്രൈവർ എടുത്തു, ഈ സൈഡിലടിച്ചു, അതേപോലെ ഈ സൈഡിലടിച്ചു, അങ്ങനെ അടിച്ച്. പക്ഷേ ഈ സൈഡ് കൂടെ ഒന്നും അടിച്ചിട്ട് വലിയ കാര്യമില്ല. ഇത് കറക്റ്റ് അടിക്കേണ്ട ഭാഗത ഇങ്ങനെ വെച്ചിട്ട് അടിക്കണം.
ഇങ്ങനെ വെച്ച് അടിക്കുന്ന സമയത്ത് കുറച്ച് ചതഞ്ഞാലും അപ്പം ഒരു പ്രശ്നമൊന്നുമില്ല. ചതഞ്ഞാലും ഇത് സാധനം വാങ്ങാൻ കിട്ടും. അല്ലാന്ന് വെച്ചാൽ കുറച്ചേ ചതഞ്ഞ് പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഇങ്ങനെ ഭാഗമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗാഡി പോലെ ഉണ്ടാവും. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ വെച്ചതാണ്. അപ്പോൾ ഈ സൈഡിൽ അടിച്ച് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആവും. പിന്നെ നല്ലപോലെ അടിച്ച് ഇതാ പുറത്തേക്ക് എടുക്കണം. ഇത് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മേൽഭാഗമൊക്കെ ചതഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചതഞ്ഞ ഭാഗം ഞാൻ പിന്നെ അരം കൊണ്ട് രാഗിയിട്ട് കറക്റ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കുഴി ഉണ്ടല്ലോ, ഇത് കിടക്കാനുള്ള ഭാഗം, അതും ചെറിയ ചതവൊക്കെ വരും. അതും അതേപോലെ തന്നെ സ്ക്രൂ ഡ്രൈവൊക്കെ ഇട്ടിട്ട് പിന്നെ ചതഞ്ഞ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കേസല്ല, ഇത് കുറച്ച് പാടാണ്. ഇത് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈസി ആയിട്ട് ഊരാൻ കിട്ടും. കണ്ടോ, ഈസി ആയിട്ട് ഊരാൻ കിട്ടും. അല്ലാന്ന് വെച്ചാൽ ഈ ബയറിങ് ഡാമേജ് ആയി പോകും. ബയറിങ് പിന്നെ മാറ്റേണ്ടി വരും. ഇനി മാറ്റിയ പോലും ഇതിങ്ങനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബയറിങ്ങിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുത്താൽ പോലും പിന്നെ ഇത് തിരിച്ച് വിറ്റുകയാണെങ്കിലും ഇത് എടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ബയറിങ് ഡാമേജ് ആക്കണ്ട, ഇതിനുള്ളിൽ ഇടിച്ചിട്ട് തന്നെ ഇതേപോലെ എടുക്കുന്ന സമയത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ വേണം എടുക്കാനായിട്ട്. അതായത് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു അത് കിട്ടൂല എങ്ങനെയാണെന്നുള്ളൊരു ആത്മവിശ്വാസം തീരെ അങ്ങോട്ട് പോയിട്ട് ആകെ ഒരു അവശ നിലയിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. കാരണം അത്ര റിസ്ക്കാണ് ഇത് എടുക്കാൻ. ഈ മെഷീനിൽ അങ്ങനെയാണ്. ഇത് ടെക്നീഷ്യന്മാർ എൻ്റെ സുഹൃത്ത് പറഞ്ഞതും ഇത് ഇങ്ങനെ തന്നെ എടുക്കണം. അതായത് ഞാൻ വിളിച്ച് ചോദിച്ചു ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഒരുപാട് പാടുപെടും. അതേ മേൽഭാഗത്ത് നിന്ന് തന്നെ അടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ചതഞ്ഞാലും പിന്നെ ഇങ്ങനെ ഊരി പോരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പോന്നു. അപ്പം നിങ്ങൾക്കും ഇതൊരു ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രം ഇത്ര നേരം എടുത്ത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതാ ഈ വരിയായിട്ട് അയച്ചു വെച്ച സംഭവങ്ങൾ ഇതൊക്കെ പിന്നെ ഒന്ന് ക്ലിയർ ആയിട്ട് ടാങ്കിൻ്റെ അടിഭാഗമൊക്കെ ഉണ്ടോ, ഇതൊന്നും ഉള്ളിൽ നമുക്ക് കൈയിട്ട് രണ്ട് വാഷർ എടുപ്പിച്ചാൽ ഈ രണ്ട് ഭാഗങ്ങൾ എല്ലാ ഭാഗവും ഒന്ന് ഞാൻ ആദ്യം മണ്ണെണ്ണ ഇട്ടിട്ടും പിന്നെ പെട്രോൾ ഇട്ടും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം ഇനി നമ്മളിത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് സ്ക്രൂകൾ, അതായിരിക്കും ഇനി വലിയൊരു പ്രശ്നം. അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇടണം. അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് സെറ്റ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്ക് പശ ഇട്ടിട്ട് തന്നെ വേണം, ഗാസ്കറ്റ് വെച്ച് പശ ഇട്ടിട്ട് തന്നെ വേണം ചെയ്യാൻ. സിലിണ്ടറിൻ്റെ ഭാഗത്ത് ഗാസ്കറ്റ് വെച്ചാൽ മതി, പശ ഇടേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ ഇനി ആ സമയത്ത് പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ കണ്ടുമുട്ട് വരെ ബൈ.